ഇന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, പോസിറ്റീവ് അല്ലാതെ ഇനിയും പാസ്റ്ററെ എന്ത് നടക്കാനാ? ഈ ചോദ്യം അവസാനിപ്പിക്കുക. ഇനിയും നടക്കാൻ സാധ്യതകളുണ്ട്. മാർത്ത മറിയ പറഞ്ഞു, കർത്താവേ 3 ദിവസമായി അവൻ നാറ്റം വെച്ച് തുടങ്ങി. അതിന്റെ അർത്ഥം ഇനി നീ വന്നിട്ട് എന്ത് ചെയ്യാനാ? എന്നാൽ മറിയെ, നീ മറന്നുപോയതൊന്നുണ്ട്. നാറ്റം വെച്ചെടുത്തും എൻ്റെ യേശുവിന് ചിലത് ചെയ്യാനുണ്ട്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന വിശ്വാസിയെ, നീ ഒന്ന് മനസ്സിലാക്കുക. നിന്റെ ഭർത്താവ് മദ്യപിച്ച് കരൾ അടിച്ചു പോയേക്കാം. എന്നാലും നീ പറയണം, ഈ അവസ്ഥക്കകത്ത് എൻ്റെ യേശുവിന് എന്തോ ഒന്ന് ചെയ്യാനുണ്ട്. നിന്റെ ഭാര്യയ്ക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന്, നിങ്ങളൊരു അപ്പനും അമ്മയും ആകത്തില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതിയെങ്കിലും പറയണം, ഡോക്ടർ അല്ല എനിക്ക് കുഞ്ഞിനെ തരുന്നത്, അത് സ്വർഗമാണ്. ഒരു അബ്രഹാമിന് കുഞ്ഞിനെ കൊടുക്കാൻ തന്റെ ഇടമുള്ളവൻ എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് എനിക്കൊരു കുഞ്ഞിനെ തരുമെന്ന് നീ വിശ്വസിച്ചാൽ, നിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് ഒരു യോഹന്നാൻ എഴുന്നേറ്റ് വരും. അത് വിശ്വസിക്കുന്നവർ. അതെ, മനുഷ്യൻ പറയുന്ന വാക്കുകളോ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളോ അല്ല ഒരു പ്രശ്നത്തിൻ്റെ എൻഡ്. യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ്. ലാസറേ എഴുന്നേൽക്കുക. വായിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടു. ആ ശബ്ദം അവൻ്റെ ശരീരത്തടിച്ചപ്പോൾ ലാസർ എഴുന്നേറ്റിങ്ങ് വന്നു. ചത്ത് നാറ്റം വെച്ചതാ. ലോകക്കാര് സർട്ടിഫൈ ചെയ്തു, നാറ്റം വെച്ചു. ലോകക്കാര് വിളിച്ചു പറഞ്ഞു, നാറ്റം വെച്ചു. എടാ, നിന്റെ നാവ് കൊണ്ടെന്ന് പറയാൻ പറ്റട്ടെ. അച്ചായ, നിന്റെ നാവ് കൊണ്ട്, അമ്മാമേ, സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന നിന്റെ വാ കൊണ്ടത് പറയാൻ പറ്റട്ടെ. ഈ ചത്തതിന്റെ അകത്ത് അതിനെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്ക.